കാലാവസ്ഥ നന്നായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ദൗത്യം തുടങ്ങാൻ കഴിയും. രാവിലെ മഴ പെയ്തതാണ് ഒരു പ്രശ്നമായത്. ഇപ്പോൾ ADGP എം ആർ അജിത് കുമാർ ഈ ഇവിടുത്തെ ദൗത്യ സംഘങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയാണ്. സംസ്ഥാന പോലീസും ആർമിയും ഒക്കെ വനംവകുപ്പും ഒക്കെ ഉള്ള ഒരു ജോയിൻറ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘങ്ങളുമായി ഇദ്ദേഹം കൂടിക്കാഴ്ചയാണ്. നേരത്തെ അവർ റെഡിയായിരുന്നു, പക്ഷേ ഹെലികോപ്റ്റർ വരികയും ചെയ്തു. പക്ഷേ കാലാവസ്ഥ മോശമായി. അതിനുശേഷം ഒരു പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ADGP ഇവരുമായി ഈ സംഘാംഗങ്ങളെ നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. It can land, sir. If there is any emergency, sir, it can land. But they don't take that much risk. So also not an emergency operation. Yes, sir. It's just a body recovering. We are not. They are no souls over there. കാലാവസ്ഥ റെഡിയായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ദൗത്യം തുടങ്ങാൻ പറ്റും. എന്താ പറയുക, എപ്പോഴത്തേനും ദൗത്യം തുടങ്ങാൻ അല്ല ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ അവിടെ ഈ ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് കുറച്ച് മോശമായതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ തിരിച്ചു പോയി വെതർ ഇമ്പ്രൂവ് സമയത്ത് വരും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. നമ്മൾ എത്രത്തോളം ഒരു സക്സസ് ആയിരിക്കും ഈ ഒരു സെർച്ച്? അല്ല, തീർച്ചയായിട്ടും ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് സക്സസ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഏരിയ ഓൾമോസ്റ്റ് എക്സെപ്റ്റ് വില്ലേജ് ഏരിയ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നടത്തിയ സെർച്ചിൽ ആ സൂചിപ്പാറ വാട്ടർഫാൾസ് നമ്മൾ ശാന്തമ്പാറ ശാന്തമ്പാറ ഏരിയയിൽ ഇന്നലെ ഒരു ബോഡി, 2 ബോഡി കിട്ടി. ഒരു ബോഡി റിക്കവർ ചെയ്ത്, ഒരു ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ പാർട്ട് മാത്രം കൊണ്ടുവന്നു. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും ബോഡി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മലപ്പുറം സൈഡിൽ നിന്ന് കഴിഞ്ഞ 7 ദിവസമായിട്ട് മലപ്പുറം എസ് പി കീഴിൽ വോളണ്ടിയേഴ്സുമായിട്ട് സെർച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ആ വെള്ളച്ചാട്ടം കഴിഞ്ഞുള്ള 3 വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷനിൽ ഒരു പക്ഷേ ബോഡി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇന്നലത്തെ ഓപ്പറേഷൻ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂചിപ്പാറ വാട്ടർഫാൾസ് തൊട്ട് താഴോട്ട് ഒരു 6 കിലോമീറ്റർ സ്ട്രെച്ചിൽ ചില സ്ഥലത്തൊക്കെ ഇൻഅക്സസിബിളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയ 2 സിവിലിയൻസ് കുരുങ്ങി, അവർ രക്ഷപ്പെട്ടു. ഇന്നലെ മെനഞ്ഞാന്ന് വേണ്ട 18ഓളം സിവിലിയൻ വോളണ്ടിയേഴ്സ് അതിനകത്ത് കുരുങ്ങി. പിന്നെ ഞങ്ങളുടെ ആൾക്കാർ പോയി റെസ്ക്യൂ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ കുറച്ച് ടഫാണ്, ഭയങ്കര പരസ്യം സ്റ്റീപ്പാണ്, ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലാൻഡ് വഴി കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ സ്റ്റീപ്പാണ്. അപ്പം എയർ വഴി ഇപ്പോൾ ആർമിയുടെ കമാൻഡോസ് ഉണ്ട്, നമ്മുടെ പോലീസിൻ്റെ കമാൻഡോസ് ഉണ്ട്, പിന്നെ ഫോറസ്റ്റിൻ്റെ ഗൈഡും ഉണ്ട്. ഇവർ 2 സോർട്ടിയായിട്ട് കൊണ്ടുപോയി അവിടെ എയർ ഡ്രോപ്പ് ചെയ്യാനാണ്. എയർ ഡ്രോപ്പ് ചെയ്തിട്ട് ബോഡി വല്ലതും ഉണ്ടെങ്കിൽ ബോഡി റിക്കവർ ചെയ്യുക, മാക്സിമം സെർച്ച് നടത്താന്നുള്ളതാണ്. ഈ ബോഡി അവശിഷ്ടം കിട്ടിയാൽ പോലും DNA വഴി ബന്ധുക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് ലക്ഷ്യമായിരിക്കും ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും. ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബോഡി പാർട്ടിനെയും ബോഡി ആയിട്ട് കണക്കാക്കുക, ആ രീതിയിൽ മാക്സിമം റിക്കവർ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ക്രിമേറ്റ് ചെയ്യുക, ഡാറ്റ ഹോൾഡ് ചെയ്യുക, ബാക്കി വരുന്ന നോക്കാനുള്ളതാണ്. ഇത് തുടരും. ഇന്ന് മാത്രമല്ല, പരമാവധി സെർച്ച് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ റിവർ സൈഡ് സൈഡിലെ ഫോറസ്റ്റുമാണ്. അത് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആകുന്നത് വരെ നമ്മൾ തൊട്ട് 150ലധികം മൃതദേഹങ്ങളെ കിട്ടാനുള്ളത്. അല്ല, അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ മിസ്സിംഗ് ലിസ്റ്റാണ്. മിസ്സിംഗ് ലിസ്റ്റ് ഓൾമോസ്റ്റ് ഞാൻ നോക്കുമ്പോൾ 100 മാത്രമേ മിസ്സിംഗ് ലിസ്റ്റ് ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ 30 അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് ക്രിമേറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 200 ബോഡി പാർട്സ് ഉണ്ട്. ദാറ്റ് കുഡ് ബി ബോഡീസ് ഓൾസോ. അപ്പോൾ അത് നോക്കുമ്പം അങ്ങനെ ഒരു വലിയൊരു മിസ്മാച്ച് വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ബോഡീസ് ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെയും വില്ലേജിൻ്റെ അവിടെ സാധനം ഉണ്ടായിരുന്നു, ഇന്നലെയും സ്മെല്ലുണ്ടായിരുന്നു, അവിടെ കിട്ടും. ഈ താഴെയൊക്കെ ഇനിയും ബോഡി കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ സെർച്ച് തുടരുക അല്ലേ? അല്ല, ഒരു ലോജിക്കൽ കൺക്ലൂഷൻ വരുന്നത് വരെ നമ്മൾ സെർച്ച് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ആർമിയുണ്ട്, ബാക്കിയുള്ള ഏജൻസീസ് ഉണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് ഡിസ്കസ് ചെയ്തിട്ട് എത്രത്തോളം പരമാവധി ചെയ്യാൻ പറ്റുമോ പരമാവധി ചെയ്ത് റിക്കവർ ചെയ്യാനുള്ള പോളിസി. താങ്ക് യു. ADGP പറഞ്ഞ് ശ്രദ്ധിച്ച് കാണുമല്ലോ. കാരണം ഒരു ലോജിക്കൽ കൺക്ലൂഷൻ, അതായത് നമ്മൾ പരമാവധി സെർച്ച് നടത്തുക. ഇപ്പോഴും അവിടെ ഇന്നലെ സെർച്ച് നടത്തിയപ്പോൾ 2 മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കാണാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തിരച്ചിൽ ഹെലികോപ്റ്റർ സഹായത്തോടെ നടത്തുന്നത്. എന്തായാലും പരമാവധി തിരച്ചിൽ, അതായത് ഒരു തൃപ്തി വരുന്നതുവരെ, ഇനി മതി എന്ന് തോന്നുന്നതുവരെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ തുടരാനാണ് സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കാലാവസ്ഥ നന്നായിട്ടുണ്ട്, നല്ല വെയിൽ വന്നു കഴിഞ്ഞു. എന്തായാലും
അല്പസമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്ററിന് ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. സംഘാംഗങ്ങൾ റെഡിയായി ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി, ഹെലികോപ്റ്റർ വരികയും ചെയ്തു. പക്ഷേ തിരിച്ച് മടങ്ങേണ്ടി വന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോദി.